വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഫേൺസ് ഹോട്ടൽ മാരിയറ്റ് ഗ്രൂപ്പിൻ്റെത് വില്ലിംഗ്ടൺ ഐലൻഡ് കൊച്ചി. ഇവിടെ ഞാൻ ജസ്റ്റ് 3000 രൂപക്ക് ഒരു ദിവസം സ്റ്റേ ചെയ്തു വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവർ കേക്ക് അറേഞ്ച് ചെയ്തു. അടിപൊളി കേക്കായിരുന്നു. അപ്പോൾ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് 3000 രൂപയ്ക്ക് ഈ ഹോട്ടൽ ബുക്ക് ചെയ്യുക, ഒരു നൈറ്റ് എങ്ങനെ ഇവിടെ സ്റ്റേ ചെയ്യുക, ലൈക്ക് മാരിയറ്റ് ഗ്രൂപ്പിൻ്റെ എല്ലാം, ഈവൻ ലീ മെറിഡിയൻ, ലാസ്റ്റ് ഇയർ ഞാൻ ലീ മെറിഡിയനിലാണ് സ്റ്റേ ചെയ്ത്. ഇപ്പോൾ കോട്ടയാട് ഉണ്ട്, നമുക്ക് എയർപോർട്ടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പിൻ്റെ അടുത്ത് മാരിയറ്റ് ഉണ്ട്, ഇവിടെയൊക്കെ സ്റ്റേ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എങ്ങനെയാണ് 3000 റുപ്പീസിന് സ്റ്റേ ചെയ്തതെന്ന് വെച്ചാൽ 3000 പ്ലസ് ടാക്സസ് ആണ്. സോ ഇറ്റ് ഈസ് 3500 ആവും. ഇത് കണ്ടോ നിങ്ങൾ, HDFC മാരിയറ്റ് ബോൺബോയ് കാർഡ് എന്നൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ഈ കാർഡിന് 3000 രൂപയാണ് ഇതിൻ്റെ ഫീ. ലൈക്ക് വൺസ് യു പേ ഇത് 3000 റുപ്പീസ് നമുക്ക് 1 നൈറ്റ് സ്റ്റേ, ഏത് മാരിയറ്റിലും 1 നൈറ്റ് സ്റ്റേ നമുക്ക് എടുക്കാം. പിന്നെ ഇതിൽ കോംപ്ലിമെൻ്ററി ഗോൾഫ് ആക്സസ് ഉണ്ട്, 12 കോംപ്ലിമെൻ്ററി ഡൊമസ്റ്റിക് ലോഞ്ച് ആക്സസ്, 12 കോംപ്ലിമെൻ്ററി ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് ലീ മെറിഡിയനിലാണ് താമസിച്ചത്. അതേപോലെ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് മാരിയറ്റിൻ്റെ ഏത് പ്രോപ്പർട്ടിയിലും ഒരു നൈറ്റ് സ്റ്റേ ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഡിസംബർ ഞാൻ നോക്കാം 10,500 ആണ് ഒരു നൈറ്റിന്. പക്ഷേ വേറെ ഡേറ്റ്സ് നോക്കാം 6,500 ഉണ്ട്. ബട്ട് സ്റ്റിൽ 3000 റുപ്പീസിന് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഇവിടെ ഒരു രാത്രി സ്റ്റേ ചെയ്യുക വിത്ത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ അവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറയുന്നതെന്ന് വെച്ചാൽ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല എന്നാണ്. ബട്ട് എനിക്ക് എപ്പോൾ ചെയ്താലും കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാറുണ്ട്. പിന്നെ നല്ല പൂളുണ്ട് ഇവിടെ, അടിപൊളി പൂളാണ്. പിന്നെ ഫേൺസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ലീ മെറിഡിയൻ, കോട്ടയാട് ഇതൊക്കെ അങ്ങ് സിറ്റീനകത്ത് തന്നെയാണ്. ഫേൺസ് വില്ലിംഗ്ടൺ ഐലൻഡിലായതുകൊണ്ട് നല്ല കാം അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഈ ഹോട്ടൽ എന്ന് വെച്ചാൽ പഴയ ഹോട്ടലാണ്, അതുകൊണ്ട് അതിൻ്റെ ഹോസ്പിറ്റാലിറ്റി ശരിക്കും അറിയാനുണ്ട്. അവിടെ ആൾക്കാരൊക്കെ അടിപൊളിയാണ്, സ്റ്റാഫും സർവീസൊക്കെ നല്ല സർവീസ്. പിന്നെ ആംബിയൻസും ആ പഴയ ആർക്കിടെക്ചറിൽ ചെയ്തതുകൊണ്ട് നല്ല അടിപൊളിയാണ്. പിന്നെ ഫേൺസ് പണ്ടേ ഉള്ളത്, പണ്ട് ട്രൈഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഇതായിരുന്നു, ലൈക്ക് പ്രോപ്പർട്ടി ആയിരുന്നു. ഇപ്പോൾ മാരിയറ്റ് അക്വയർ ചെയ്തു. പിന്നെ എനിക്ക് പ്രോപ്പർട്ടിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ, നല്ല പൂൾ, പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ നമുക്ക് ഇരിക്കാനുള്ളൊരു സ്ഥലമുണ്ട്. ഭയങ്കര കോസി ആയിട്ടുള്ളൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലമാണ്, നല്ല രസമായി ഇവിടെ ഇരിക്കുക. ഇവിടെ ഒരു ഊനാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ നേവിയുടെ എയർഫോഴ്സിൻ്റെയൊക്കെ ബേസ് ഇതിൻ്റെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിലൂടെ ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് ഇങ്ങനെയൊക്കെ പോകും. അത് അടുത്തുനിന്ന് കാണാൻ പറ്റും. നല്ല ഇതുണ്ടാവും, നല്ല ശബ്ദം ഉണ്ടാവും, പക്ഷെ നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും.